അവൻ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ലൈവ് ഇട്ടോളൂ. ഉച്ചയ്ക്ക് ഞാൻ ലൈവ് ഇട്ട് സാരി എടുത്തു. അവൻ പറഞ്ഞപ്പോൾ ഞാൻ സാരി എടുത്തു. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കസ്റ്റമർ അല്ല കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് ഗോൾഡ് മേടിച്ചു തന്നിട്ടുണ്ട്. അല്ല, ഞാൻ ഊമ്പിച്ചിട്ടില്ല. ഊമ്പിച്ചിട്ടെങ്കിൽ അവൻ അതിനുള്ള പ്രതലം കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അവൻ എന്നോട് വരുന്നുണ്ടെന്ന് പോലും എന്നോട് പറഞ്ഞില്ല. സാധാരണ ഞാൻ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. സീരിയസ്ലി. ഇന്ന് അവനെ ബ്ലോക്ക് അടിക്കും. ഞാനുണ്ടല്ലോ, നിങ്ങൾ പറയണം എൻ്റെ ഭാഗത്ത് എന്താ തെറ്റ് എന്ന്. നിങ്ങൾ പറയണം തെറ്റ് എൻ്റെ ഭാഗത്ത് എന്താ നിങ്ങൾ പറയണം. അവൻ നമ്മുടെ ആളാണ്, കസ്റ്റമർ അല്ല. എൻ്റെ പൂർവ്വം പോലെ ഒന്നും അവൻ കണ്ടിട്ടുമില്ല. ഒരു കോള് വന്നു, ഞാൻ അതേ താഴെ എത്തിയിരുന്നു. നമ്മൾ കയറിപ്പോരെന്ന് പറഞ്ഞു. കയറിപ്പോരെ എന്ന് പറഞ്ഞു. അവൻ ഇവിടെ വന്ന് എൻ്റെ റൂമിൽ വന്നു. എനിക്ക് തറച്ചും ബീർ മേടിച്ചു കൊടുത്തു. ആള് പാവാട്ടോ. ഒക്കെ ബീർ മേടിച്ചു കൊടുത്തു നല്ല രീതിയിൽ. ഞാൻ ഇവിടെ ഇരിക്കാം. ആശംസിച്ച് സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആശംസിച്ചിട്ട് ഞാൻ 2-3 വട്ടം വീഡിയോ കോൾ ചെയ്തു. ഗിരീനെ വിളിച്ചു. ഗിരി ദൃക്സാക്ഷിയാ. ഞാൻ ഗിരീനെ വിളിച്ചു. അവൻ ആ കട്ടിലിൽ ഇരുന്നു. പെറ്റമ്മയാണ് സത്യം. ഞാനിവിടെ ഇരുന്നു. ഓക്കെ. അവൻ എൻ്റെ മോളെ ബീർ കൊണ്ടുവന്ന് കുറേ ബീർ കൊണ്ടുവന്നു. എന്നെ നല്ല മനസ്സാക്ഷിക്ക് ഞാൻ അവന് 2 ബീർ കൊടുത്തു. ഈ സെയിം സാധനം ഞാൻ ഏക്കുവിലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. റിയാസുബായി എൻ്റെ അടുത്ത് എൻ്റെ നമ്മുടെ ഗിഫ്റ്റ് ഏക്കുവിലിനുണ്ട്. ഓക്കെ, നുണ പറയല്ല. ആശപ്പ ചേച്ചി ദൃക്സാക്ഷി. സംഭവം കേക്ക്. ഞാൻ കസേര ഇരിക്കണം. അവൻ അവിടെ ഇരിക്കണം. എൻ്റെ ദേവത്തോട്ടിട്ടില്ല, ഈ ദേവത്തോട്ടിട്ടില്ല. അവൻ അവിടെ ഇരിക്കുക. എൻ്റെ മനസ്സാക്ഷിക്ക് അവൻ കൊണ്ടുവന്ന ബീറല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ 2 ബീർ കൊടുത്തു. അപ്പോൾ ഒരു പൂർണ്ണ എന്നെ വിളിച്ചു. നിങ്ങൾക്കറിയോ, ഞാൻ 8 ദിവസം 9 ദിവസമായി ഒരു വർക്ക് എടുത്തിട്ട് കസ്റ്റമർ ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ എടുക്കാഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പോൾ ഒരു മൈലൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിജി ഞാൻ നിൻ്റെ ഷോപ്പിലെത്തി എന്ന് പറഞ്ഞു. ബുർജുമാൻ ഷോപ്പിലെത്തി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ റൂമിലാണ്. അശ്വതിക്ക് അറിയാം. എന്നിട്ട് ഞാൻ ആ കസ്റ്റമറോട് പറഞ്ഞെന്നറിയോ, ചേട്ടാ 10 മണിക്ക് വാ. കാരണം ഇവനിവിടെ വന്നേക്കാം റിയാസുബേനെ കാണാൻ. കാരണം നമ്മൾ ഒരാൾ ഊമ്പിക്കാൻ പാടില്ല. എന്നെ അങ്ങ് ദൂരെ നിന്ന് ഫുജറയും അതിനപ്പുറം കടന്നിനെ കാണാൻ വന്നവനെ ഞാനൊരു റെസ്പെക്റ്റ് കൊടുക്കണം. ഞാൻ നല്ല റെസ്പെക്റ്റ് തന്നെയാണ് കൊടുത്തത് റിയാസിന്. ഞാൻ റിയാസ് കേട്ടോണ്ടിരിക്കുക. കസ്റ്റമർ വന്നെന്നും കസ്റ്റമർ വെയിറ്റ് ചെയ്യുക. കാരണം ഞാൻ 9 ദിവസമായിട്ടാണ് വർക്ക് എടുത്തിട്ട്. ഇന്നേക്ക് 10 ദിവസമായി. 9 ദിവസമായിട്ട് ഞാൻ വർക്ക് എടുത്തിട്ടില്ല. ഇതിവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ റിയാസിനോട് പറഞ്ഞു. അപ്പം റിയാസിനാണ് ഭയങ്കര ചൊറിച്ചില്ല. ഞാൻ ആരെടുക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, റിയാസ് എടാ ഒരു കസ്റ്റമർ ഉണ്ട്, നീ ഇവിടെ ഇരിക്കും, റൂമിലിരുന്നോ, ഞാൻ ഷോപ്പിൽ പോയിട്ട് വരാം. അപ്പോൾ പറഞ്ഞു ഓക്കെ തോന്നുന്നു. അപ്പം ഞാൻ ആ കസ്റ്റമറോട് പറഞ്ഞു, ചേട്ടൻ ഞാൻ വരാൻ റെഡിയാണ്. അപ്പം കസ്റ്റമർ എന്നോട് പറയാം, മോളെ അവൻ അബ്സല്യൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ബിജി എൻ്റെ കൂടെ 3 പെക്ക് അടിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ പറഞ്ഞു പെക്ക് അടിക്കുമ്പോൾ സമയം എന്തായാലും കഴിയും ഇല്ലേ? ദേ വിളിക്കുന്നത്, ഉറം വിളിക്കുന്നത് റിയാസ്. എടാ റിയാസ് നിന്നെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ മതി, നീ കട്ടാക്കി വിട്ടു പോയി പോ. നിന്റെ അണ്ടി നീ ഏതെങ്കിലും പെട്ടെടുത്ത് പോയി ചോദിച്ചു. കാരണം ഞാനൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. പാവം. ഓക്കെ. ഇനി എന്നെ കുറിച്ച് ബ്ലോക്ക് അടിക്കും. ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ. ഞാൻ ചെയ്ത തെറ്റ്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ. എന്നിട്ട് ആ കസ്റ്റമർ പറഞ്ഞു, വിജി നീ എൻ്റെ കൂടെ 3 പേർ, എനിക്ക് ആരാണോ എന്താണോ എനിക്ക് അറിയത്തില്ല ഈ മൈരൻ ആരാണെന്ന്. ഓക്കെ. അവനോട് പറഞ്ഞു, ബിജി നീ എൻ്റെ കൂടെ 3 പെക്ക് അടിക്കണം എന്ന് പറഞ്ഞു. ആശ്രയിച്ചോട് പറഞ്ഞത്. ഞാൻ ഗിരിയോടും പറഞ്ഞു. ഞാൻ ഗിരീനെയും വിളിച്ചു, ആശപ്പ ചേച്ചിയും വിളിച്ചു. അങ്ങനെ ഷോപ്പിൽ ഇരുന്നപ്പോഴേ ഞാൻ വീഡിയോ കോൾ ചെയ്താൽ. അല്ല ഗിരി സത്യല്ലേ ബിജി പറഞ്ഞത്? ഓക്കെ. ഗിരി ദൃക്സാക്ഷിയാണ്. ഞാൻ എന്നിട്ട് പാവർ റിയാസ് എന്നെ കാണാൻ വന്നതല്ലേ. ഞാൻ റിയാസ് വന്നതുള്ളൂ. റിയാസ് വന്ന് എൻ്റെ കട്ടിലിരുന്ന് ഒരു ബീർ അടിച്ചതാണ് ആ മൈരം വിളിച്ചത് അബുദാബിയിൽ നിന്ന്. പൂർവ്വം പറഞ്ഞു ഞാൻ എത്തിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ സോറി, എനിക്കൊരു 10 മണിക്ക് ചേട്ടൻ വന്നു. കാരണം ഇവനിവിടെ വന്നിരിക്കുക, ഞാനിവൻ വന്നിട്ടേ ഉള്ളൂ. എനിക്ക് ഇവനെ കളയാൻ പറ്റില്ല, കസ്റ്റമറെ കളയാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് എന്താക്കിയെന്നറിയോ, കസ്റ്റമറോട് പറഞ്ഞു ചേട്ടാ 10 മണിക്ക് ശേഷം വിളിക്കൂട്ടോ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് എല്ലാവരും കളയാൻ പറ്റില്ല. എന്നെ അതോ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ്.
നമ്മൾ ഹെൽപ്പ് ചെയ്താൽ ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ റിയാസ് കേട്ടോണ്ടിരിക്കുക. ഞാൻ റിയാസ് കസ്റ്റമർ ഉണ്ട് എന്നിട്ട് ഞാൻ ആ കസ്റ്റമറിന് 10 മണിയുടെ സമയം കൊടുത്തു. ഒന്നുമില്ലൊരു കസ്റ്റമർ അല്ല ഏട്ടാ. റിയാസ് നാളെ പോയി പണിയാൻ നാളെ വരും. കസ്റ്റമർ നമുക്ക് മുഖ്യം. കസ്റ്റമർ ഒരു വട്ടേ വരുള്ളൂ. കാശിനാണ് നമ്മൾ ദുബായിൽ വന്നത്, ആണോ അല്ലയോ? ബിജിനെ സംബന്ധിച്ച് ബിജിക്ക് റിയാസ് ഒന്നും അല്ല വലുത്, കസ്റ്റമർ തന്നെയാണ് വലുത്. ഞാൻ 7, 8, 9 ദിവസമായി വർക്ക് എടുത്തിട്ട് 9 ദിവസം കൂടി ഇന്ന ഒരു വർക്ക് വന്ന എനിക്ക് കസ്റ്റമറാണ് വലുത്. ഞാൻ റിയാസിനോട് മുഖത്തൊക്കെ പറഞ്ഞു. അതിന് മുന്നേ ഞാനൊരു പൊട്ടത്തരം കാണിച്ചു. റിയാസ് 2 ബ്യൂറ് കൊടുത്തു. പിന്നെ പോരാത്തിന് ആ മയിലും കൊടുത്തു, സ്കോച്ച് അത് കൊടുത്തപ്പോ മൈന പൂസായി. ESP ആ മൈനം പൂസായിടാ. റിയാസ് 5 വർഷമായിട്ട് ഒരു പൂസായി. എന്നിട്ട് അവരോട് പറഞ്ഞു ലാസ്റ്റ് വർക്ക് ഇടും മൈനെ പോതി, എനിക്ക് കസ്റ്റമറാണ് വരുന്നത്. അവൻ്റെ മൂത്തേക്ക് പറഞ്ഞു നീ അല്ല എനിക്ക് വലുത്. കാരണം ഇവന് നാളെ അതിനും വരാം. അന്ന് അവന് കുറച്ചൊരു അഭ്യർത്ഥന വേണ്ടേ മോളെ, ബിജി എടുത്തോട്ടെ, അവൾക്ക് കിട്ടുന്ന 300-400 കിട്ടുന്നതല്ലേ, അവൻ ചിന്തിക്കണ്ടേ? കസ്റ്റമർ എടുക്കാൻ പാടില്ല, ഞാൻ പോയിട്ട് എടുത്താൽ മതി. ഞാൻ പറഞ്ഞു നീ ആരാടാ മൈരേ, നീ പോ, എനിക്ക് കസ്റ്റമറെ വരുന്നു പറഞ്ഞു. ഇതേ ആശ്വസിച്ച് തൃസാക്ഷിയ. ആശ്വസിച്ച് ലാസ്റ്റ് കരയണ വരെ കണ്ടു. റിയാസ് കരഞ്ഞു പോയി. ഞാൻ പറഞ്ഞു മുഖത്തോക്കി നിന്നേക്കാൾ വലുത് എനിക്ക് കസ്റ്റമറാ. നീ ഇന്ന് എന്നോട് പിഴങ്ങി, നീ പോയി പിന്നെ വരും, കസ്റ്റമർ നിന്ന് കിട്ടുന്നേ ഉള്ളൂ. ഞാൻ എന്താക്കി, അവനെ കുറെ ചീത്തയും പറഞ്ഞു, അവനെ തെറിയും പറഞ്ഞു. റിയാസ് പൊലടിച്ച് മോളതൊക്കെ എന്നെ ഒരുപാട് തെറി പറഞ്ഞു. ആശ്വസിച്ച് കരയുന്നവരെ കണ്ടിട്ട് ഇറങ്ങി പോയതാ. എന്നെ തെറി പറഞ്ഞു. മയിലാണ്. ഞാൻ കല്ലി എഴുന്നു വിട്ടു. എന്നിട്ട് ഞാൻ അവനെ വിട്ട്. എനിക്ക് മനസ്സിലായി എനിക്ക് വിഷമം. എനിക്ക് വിഷമമുണ്ട്. എനിക്ക് വിഷമമുണ്ട്. എനിക്ക് ഏറ്റവും വലുത് ചേച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി ആശ്വസിച്ച്, റിയാസ് ഇന്നും ഈ നിമിഷം എൻ്റെ ഉയരാണ്. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. എൻ്റെ ജോലി എന്താണെന്ന് അവന് പറ്റും. എൻ്റെ കുടുംബം നോക്കാൻ ഇല്ല. ഞാൻ ഈ ജീവിക്കുന്നത് എൻ്റെ കസ്റ്റമറെ നോക്കിയിട്ട് ജീവിക്കുന്ന. എനിക്ക് ഇമ്പോർട്ടൻ്റ് കസ്റ്റമേഴ്സാണ്. റിയാസിന് ഇന്ന് വന്നിന് നാളെ വരാം, എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. എനിക്ക് ഇമ്പോർട്ടൻ്റ് എൻ്റെ വർക്ക്, എൻ്റെ ജോലി, എൻ്റെ കസ്റ്റമേഴ്സ്. അവർ ഇന്ന് വരുള്ളൂ. ഒരിക്കലും അത് അബുദാബിയിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി വരുന്ന കസ്റ്റമേഴ്സിനെ ഞാൻ ചെയ്യുന്ന ജോലിക്ക് റെസ്പെക്റ്റ് വേണം. ഞാൻ അവനൊരിക്കലും 1 മണിക്കൂറത്തോളം ഞാൻ അവനെ വെയിറ്റ് ചെയ്യിപ്പിച്ചു ഈ മരുന്നിന് വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഈ മരുന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒരിക്കലും റിയാസിന് വേണ്ടിയിട്ട് എൻ്റെ കസ്റ്റമേഴ്സിനെ കളയും ഞാൻ ഒരിക്കലും തയ്യാറല്ല. കാരണം എനിക്ക് എൻ്റെ കസ്റ്റമറാണ് എൻ്റെ. ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ ചിന്തിക്കണം. എനിക്ക് ഒരിക്കലും എൻ്റെ കസ്റ്റമേഴ്സിനെ കളയാൻ പറ്റില്ല. കാരണം ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾ ജീവിക്കണമെന്നും ഇവരെ കൊണ്ട് തന്നെയാ. പക്ഷെ ഈ വന്നമായ കസ്റ്റമർ വെറും കൂറാൻ. അതാ രസം. ഇനിയാണ് രസം. റിയാസ് കഴിഞ്ഞ് റിയാസ് പോയി. അവൻ പോവില്ല. ഞാൻ മയിലേന്നും പൂർണ്ണൊക്കെ വിളിച്ചു, എന്നെ വിളിച്ചു തരും. അവൻ പോവില്ല, 100% ഉറപ്പാണ്. അവനെ എത്ര ആയിട്ട് വരും, ആ മയിലെ പോവില്ല. കസ്റ്റമറാണ് പോയി.